ബിനാമിയായി നിൽക്കുന്ന ആൾ അത് അല്ല ബിനാമിയല്ല ബ്രോക്കറായിട്ട് നിൽക്കുന്ന ആൾ ആയിട്ട് തർക്കം ഉണ്ടാകുകയും അങ്ങനെ CPI തർക്കമാകുകയും എന്നൊക്കെയുള്ള കഥകൾ ഇതിനകത്ത് വരുന്നത്. അതിന് ശേഷമാണ് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം അതിന് ശേഷമാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷമാണ് അദ്ദേഹം ഈ ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുത്തി ഈ കഥയൊന്ന് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം ഈ CPIക്ക് കുറച്ച് ഒരു പിന്നെ ഒരു ആദർശത്തിൻ്റെ ഒരു കപടമുഖമുണ്ടല്ലോ. ആ കപടമുഖം വലിച്ചു കീറപ്പെടാതിരിക്കാൻ വേണ്ടി കൂടെ ആവാം അദ്ദേഹം ഒരു മുൻകരുതൽ എടുത്തതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനുശേഷമാണ് ഇദ്ദേഹം ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ഗവൺമെൻറ് PPP പിന്നെ വ്യവസ്ഥ പ്രകാരം ചെയ്യാനായിട്ട് നിശ്ചയിച്ചൊരു മെഡിക്കൽ കോളേജാണ്. അത് രമേശ് ചെന്നിത്തലയെ പോലൊരാൾ ആർജവമുള്ള ഒരാളുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് കുറേയെങ്കിലും മൂവ് ചെയ്യാൻ പറ്റിയത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു 10ഓ 26ഓ ഷെയർ ഹോൾഡേഴ്സാണുള്ളത്. അത് മുഴുവൻ IBയും ഹോം ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ വെറ്റി ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് എവിടെയെങ്കിലും ഇതുപോലൊരു ശ്രീവത്സം ഗ്രൂപ്പോ ഒരു പിള്ളയോ ഉള്ളതായിട്ട് കാണിച്ചു തരാമോ? നിങ്ങളുടെ കയ്യിൽ എല്ലാ രേഖയും ഇരിപ്പുണ്ടല്ലോ, അതങ്ങ് വെളിയിലേക്ക് വിടണ്ട. എന്തിനാ ഇതുപോലെ അഭിയോഗങ്ങൾ? ഒരു സംഭവം ഞങ്ങളുടെ പാർട്ടിക്കും ഇടതുമുന്നണിക്കും എതിരായി വരുന്നു എന്ന് തോന്നുമ്പോഴേ അത് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് പെട്ടെന്നൊന്ന് ചർച്ച ചെയ്ത് അത് വേറൊരു രൂപത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കഥ കേൾപ്പിക്കാം. 2008 മുതൽ ഇത് പരിപ്പാട്ട് മാത്രമല്ല ഉള്ളത്. കുളനടയുണ്ട്, പന്തളത്തുണ്ട്, കായംകുളത്തുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴയിലുണ്ട്, പിന്നെ ഹരിപ്പാടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കച്ചവടം നടത്തിയിട്ടുണ്ട്. 2008 ആദ്യം തുടങ്ങുന്നത് കുളനടയാണ്. ഞാനതൊക്കെ വേണു എന്നെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം നടത്തിയ ഒരു അന്വേഷണമാണ്. പെട്ടെന്ന് അവിടെ അന്ന് ഒരു പ്രദേശത്ത് റോഡും അതുപോലെ വയലും നികത്തി പണിതും അതിനെ എതിർത്ത് അന്നത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രഘുനാഥ്, ആ രഘുനാഥിനെ ഇവർ വീട്ടിൽ കയറി വെട്ടിയതാണ്. ഇവരും അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് അതുവരെ ആ പഞ്ചായത്ത് പറഞ്ഞ പോലെ ഒരു മറിച്ചിട്ടതാണ് ഈ കേസിൻ്റെ പേരിൽ. പിന്നെ അതൊന്നും അങ്ങനെ ഇതുപോലെ ഒരു വലിയ രീതിയിലിട്ട് അന്ന് ചർച്ചയ്ക്ക് വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഓണാട്ടുകര ഫെസ്റ്റിവൽ കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടത്തുക, കായംകുളം മുനിസിപ്പാലിറ്റി. ആ ഓണാട്ടുകര ഫെസ്റ്റിവലിന് വലിയ ബോർഡായിരുന്നു. അത് മുഴുവൻ സ്പോൺസർ ചെയ്തത് ലക്ഷക്കണക്കിന് രൂപ പിന്നെ സ്പോൺസർ ചെയ്ത് വരുന്നത് ശ്രീവത്സം ഗ്രൂപ്പായിരുന്നു. അവിടെയാണ് പിന്നെ അവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്കിലെ ജൈൻറ്റ് വീല് താഴെ വീഴുകയും അവിടെ ഒരാൾ അപകടത്തിൽപ്പെടുകയൊക്കെ ചെയ്തു. യൂത്ത് കോൺഗ്രസ് അതിനെതിരെ സമരം ചെയ്തു. ആ യൂത്ത് കോൺഗ്രസ്സുകാരെ CPMകാരാണ് ഇറങ്ങി അടിച്ചത്. ഇതിൻ്റെ ഓരോ കഥകൾ കേട്ടണം. അതുപോലെ ഞാൻ നേരത്തെ പേര് പറഞ്ഞ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. CPMൻ്റെ നേതാവ് പഴയ 2 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറും DYFIയുടെയും അതുപോലെ തന്നെ CPMൻ്റെ നേതാവായ ശ്രീ കാർത്തികേയൻ, ഇയാൾക്ക് വേണ്ടിയുള്ള മുഴുവൻ ഭൂമിയും വാങ്ങിച്ചു കൊടുക്കുന്നത്. അവിടെ ഈ കഴിഞ്ഞ 1 വർഷമേ ആയുള്ളൂ അവരുടെ പുതിയ കെട്ടിടങ്ങളും പുതിയ ബിസിനസ്സും ആരംഭിച്ചിട്ട്. അതിനു മുമ്പ് ഒരു പഴയ ചെറിയ ബിസിനസ്സേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രാദേശിക നേതാവിന് വെട്ടേറ്റ സംഭവം ശ്രീ വാഴക്കൻ, അത് അവിടെ ഈ ശബരിമല തീർത്ഥാടകർക്ക് പാർക്കിംഗ് കേന്ദ്രം ആദ്യം 2 വർഷം അങ്ങനെ പോകുന്നു. പിന്നെ ആ പാർക്കിംഗ് കേന്ദ്രം എന്ന് പറയുന്നത് മാറ്റിയിട്ട് അവിടെ ഇവർ കൂറ്റൻ മതിൽ പണിഞ്ഞ് അവിടെ വലിയ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നു. ആ സംഭവമാണോ? അതല്ല, അത് നടക്കുന്നത് ഇപ്പോഴാണ്. അത് പന്തളം പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ്. പന്തളത്തെ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിന് തൊട്ട് മുമ്പായിട്ട് ശ്രീവത്സം പാർക്കിംഗ് എന്ന് പറഞ്ഞ് ബോർഡിലിട്ടിട്ടുണ്ട്. അത് വലിയ 4 ഏക്കർ സ്ഥലം കണ്ടം വല്ല വയലും നികത്തിയതാണ്. അതിനകത്ത് BJPക്കാർ കൂടി സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ അവർ പറയുന്നത് ശബരിമലയ്ക്കുള്ള വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നികത്തതാണെന്നാണ്. ശ്രീവത്സം പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവരൊക്കെ നടത്തിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഇവരെ സഹായിക്കുന്ന നിലപാടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ താങ്കളെ ഇതിലേക്ക് എത്താം. ശ്രീ TJ ആഞ്ചലോസ്, താങ്കളും പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ, പ്രാദേശിക തലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ, ഇവരുടെയൊക്കെ പങ്കാളിത്തമാണ് ചൂണ്ടിക്കാട്ടിയത്. ജോസഫ് വാഴക്കൻ തിരിച്ചും പറയുമ്പോൾ നിങ്ങളുടെ ആളുകളുടെ പേരാണ് പറയുന്നത്. പിന്നെ അവരും പ്രാദേശിക തലത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഭാഗമായി വെട്ടേറ്റവരാണ് അവരെ എന്നും അവരുടെ പ്രാദേശിക നേതാക്കന്മാരെ എന്നും ശ്രീ വാഴക്കൻ പറയുകയാണ്. ശ്രീ രാജു അബ്രഹാമിന് അത്രയും പ്രാദേശികമായ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല, ഹരിപ്പാടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച്. അതുകൊണ്ട് ശ്രീ ആഞ്ചലോസ്, ഇത് നിങ്ങൾക്കെതിരെ തിരിയുന്നു എന്നതുകൊണ്ട് മുൻകൂട്ടി ഈ കാര്യത്തിൽ ഒരു നിങ്ങൾ ആകെ ഒറ്റ പ്രമുഖ രാഷ്ട്രീയ നേതാവിൻ്റെ പേരേ പറയുന്നുള്ളൂ. ശ്രീ വാഴക്കൻ ആദ്യം തൊട്ട് ധ്വനി വെച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തായി ഇവർ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടാകുമല്ലോ MLAമാർ, അവിടെയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ മന്ത്രിമാരായിരുന്നവരും. അവരുടെ ആരുടെയും പേര് പറയുന്നില്ല. ആകെ കുഴപ്പം, ഉന്നത രാഷ്ട്രീയ ബന്ധമാകെ ശ്രീവത്സത്തിന് കിട്ടിയത് ഹരിപ്പാട് മാത്രമാണ്.
അതും ഈ മെഡിക്കൽ കോളേജ് പദ്ധതിയുമായി മാത്രം ബന്ധപ്പെട്ടാണ് എന്ന് പറയുമ്പോൾ CPIയുടെ ആരോപണം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നു, ഒരു ചെറിയ സ്ഥലത്തേക്ക് ചുരുങ്ങുന്നു. ശ്രീവത്സത്തിന് അതിനേക്കാൾ ആഹ്ലാദകരമായ ഒരു കാര്യം ഉണ്ടാകില്ല. അല്ല, ശ്രീവത്സം ഗ്രൂപ്പ് നടത്തുന്നത് രാജ്യസ്നേഹപരമായ പ്രവർത്തനമല്ലല്ലോ. ശ്രീമാൻ ബിജു പങ്കജ് ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചതിനകത്തുനിന്ന് ബോധ്യപ്പെട്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും രാജ്യസ്നേഹ പ്രവർത്തനമല്ല. അത്തരം ആളുകളുടെ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ ഇപ്പോൾ 50 വർഷം 100 വർഷമൊക്കെയായി ബിസിനസ് നടത്തുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, തലമുറയായി. വളരെ പെട്ടെന്ന് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുന്നു. അവർ ഇതിൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തുന്നു. അതിൻ്റെ കേന്ദ്രമായി ഹരിപ്പാട് മാറി. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് തുടരെ ഒരാഴ്ചയിൽ 3 കൊലപാതകങ്ങളാണ് നടന്നത്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ എന്താ, ഈ തെക്കൻ കേരളത്തിലെ ഗുണ്ടകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹരിപ്പാട് മാറിത്തീർന്നു. ഇപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് അതിനൊരു സ്വസ്ഥത അവിടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് വന്നത്. ഇത്തരം ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുന്ന കേന്ദ്രവേദ, ആ കേന്ദ്രം തിരഞ്ഞെടുത്ത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, രാഷ്ട്രീയമായി ആക്ഷേപിക്കാനോ ഇല്ലായ്മയാനോ വേണ്ടിയല്ല ഞങ്ങൾ. അല്ല ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ 3 കൊലപാതകം നടന്നിരിക്കുന്നത്. ശ്രീ ആഞ്ചലോസ് തുടർന്നോളൂ. അതെ, ഞാൻ പറഞ്ഞല്ലോ, ആ കൊലപാതകങ്ങൾ നടക്കുന്നതിന് മുമ്പ് എന്താ സ്ഥിതി? എല്ലാ ഗുണ്ടകളുടെയും ഈ തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ ടീമുകളുടെ കേന്ദ്രമായിരുന്നു ഹരിപ്പാട്. ഇപ്പോഴാണ് അതിന് പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ച് കുറച്ച് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ രാജ്യസ്നേഹപരമായി ഇവർ പറയുന്ന രാജ്യസ്നേഹപരമായ പ്രവർത്തനമുണ്ടല്ലോ ശ്രീവത്സം ഗ്രൂപ്പ് നടത്തുന്നത്, അതിൻ്റെ ഒരു കേന്ദ്രമായി ഹരിപ്പാട് മാറിത്തീർന്നു. ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കളെ താഴെ മുതൽ മൂലധരം വരെയുള്ള പ്രവർത്തകരെ അത്തരത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്നുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്നവരല്ല. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോകണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് റെയ്ഡ് നടന്നു, നാളെ മറ്റന്നാളും റെയ്ഡ് നടന്നേക്കാം. നടന്നാൽ പല കേന്ദ്രങ്ങളിലേക്കും അത് കടന്നു ചെല്ലും. ഒരു വ്യക്തിയിൽ മാത്രമല്ല, ഇതൊരു ചെയിനായി വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച മെഡിക്കൽ കോളേജ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൂർത്തീകരിച്ചിട്ടില്ല, ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. മിനിഞ്ഞാന്നാണല്ലോ ഹൈക്കോടതിയിൽ പെണ്ണമ്മ എഞ്ചിനീയറുടെ ഒരു കേസ് വന്നത്. ഒരിക്കലും അത് അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ വിജിലൻസ് വിഭാഗം ഇത് അന്വേഷിച്ചു, ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെയാണ് ഈ വിജിലൻസ് അന്വേഷണം എന്ന ഉമ്മാക്കിയുമായി ഈ സർക്കാർ ഇപ്പോഴും നിൽക്കുന്നത്. ശ്രീ രാജു അബ്രഹാം തന്നെ സമ്മതിക്കുന്നു, ഈ സർക്കാർ അത് വിശദീകരിക്കണം, ആ കാര്യത്തിൽ അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. പിന്നെ ഒരു നിമിഷം ശ്രീ ആഞ്ചലോസ്, ഈ രമേശ് ചെന്നിത്തല തിരിച്ചു വെല്ലുവിളിച്ചിട്ടുണ്ട് ഈ PWDയിലെ വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടാമോ എന്ന്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ PWD വിജിലൻസ് അന്വേഷണത്തിന് അവരുടെ സമിതിക്ക് മുമ്പിൽ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ പരാതി കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലാണ്. അതിന്മേലുള്ള വിജിലൻസ് അന്വേഷണം തുടരുന്നുണ്ട്. അത് തുടരട്ടെ, അതിൻ്റെ തീരുമാനം വരട്ടെ. ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത്, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഭൂമി ഇടപാടുകൾ വരുന്നത്. അതുകൊണ്ടാണ് അന്വേഷണം അത്തരത്തിലേക്ക് നീങ്ങണമെന്ന് പറയുന്നത്. വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുക എന്നുള്ള ചുമതല ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഇത് വളരെ അപകടം പിടിച്ച കേസാണ്. രാജ്യസ്നേഹത്തിൻ്റെ കഥകൾ ഇനിയും തുടരായി വരാൻ പോവുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നിരവധി തവണ ഇത് ചർച്ച ചെയ്യേണ്ടി വരും. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.